ഇന്ന് ഞാൻ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗാണ് ഗൈസ് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഫസ്റ്റ് ടൈമാണ് ഞാൻ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യുന്നത്. അത് മാത്രമല്ല അതിലെ കച്ചറ പിച്ചറ സാധനങ്ങളൊന്നും എനിക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല എന്നല്ല, എനിക്ക് അതിനുള്ള നേരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അച്ഛനും അമ്മയും ഇല്ലാത്ത ബാക്കി എല്ലാ സാധനങ്ങളും അതിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ പെട്ടെന്ന് നമുക്ക് വാട്ട്സ് ഇൻ മൈ ബാഗ് കാണാം. ഇതിന്റെ ഓഫീസ് ബാഗ് അല്ലെങ്കിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗാണ്. പിന്നെ വന്നിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ നമുക്ക് ബാഗ് കാണാം. അപ്പൊ ഇതാണ് സോറി ഗൈസ്. അപ്പൊ ഇതാണ് എൻ്റെ ഈ ഒരു വലിയ ബാഗ് വന്നിട്ട്. ഈ ഒരു ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ബാഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്, നമ്മൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയിട്ടുള്ള ഒരു ബാഗായിരുന്നു. ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിരുന്ന ബാഗ് ഒരു 7-8 കൊല്ലം പഴക്കമുള്ള ബാഗായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. കുറേ കാലമായിട്ട് ഒരു സ്കൂൾ ബാഗ് ടൈപ്പ് ബാഗായിരുന്നു. അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്ന ബാഗ് ഇതാണ്. അപ്പോൾ ബ്ലാക്ക് ആണ്, എനിക്ക് ബ്ലാക്ക് ബ്രൗൺ അതിനോടാണ് കൂടുതൽ താല്പര്യം. സോ ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ കമ്പാർട്ട്മെന്റ് പറയുകയാണെങ്കിൽ ഇത് മെയിൻ ഒരു കമ്പാർട്ട്മെന്റ് ഇതാണ്. ഇത് ഓപ്പൺ ആക്കിയ ഒരു കുഞ്ഞ് സിബ് ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ലാപ്ടോപ്പ് എന്നല്ല, നമുക്ക് എന്തെങ്കിലും ഒന്ന് സ്റ്റോർ ചെയ്യാൻ ഇതുപോലെ ഒരു കമ്പാർട്ട്മെന്റ് കൂടെ ഉണ്ട്. അവിടെ സിബ് ഒന്നുമില്ല, ആകെ 1 സിബ് ഇവിടെ വരുന്നുള്ളൂ. പിന്നെ വന്നിട്ട് ഇവിടെയാണ് കേട്ടോ സിബ് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനിതിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ബാഗിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ബാഗ് എനിക്ക് ന്യൂ ഇയറിന് അപ്പു ഗിഫ്റ്റ് ചെയ്ത ബാഗാണ് കേട്ടോ. എന്നെയും കൂട്ടി മേടിച്ചു തന്നിട്ടുള്ളതാണ്. സോ എനിക്ക് കുറച്ചുകൂടെ സ്പെഷ്യലാണ് ഈ ബാഗ് വന്നിട്ട്. അപ്പോൾ ഈ ബാഗിൽ എന്താന്ന് ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചു തരാം. സ്ഥിരം ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ഇത് തന്നെ എനിക്ക് താങ്ങാൻ വയ്യ, അത്രത്തോളം കുറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. സോ ഫസ്റ്റ് വൺ വന്നിട്ട് എൻ്റെ ജേണലാണ്. ഈ ഒരു ജേണൽ ഞാൻ മിക്ക ദിവസവും ക്യാരി ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഡെയിലി റുട്ടീൻസ് അല്ലെങ്കിൽ എൻ്റെ കണ്ടൻസ് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറി പോലത്തെ ഒരു ബുക്ക് ഉണ്ട്. ഒന്നെങ്കിൽ അതെടുക്കും അല്ലെങ്കിൽ ഇതെടുക്കും. കാരണം രണ്ടും നല്ല വെയിറ്റ് ആണ്. സോ അത് കാരണം ഏതെങ്കിലും ഒരെണ്ണേ എനിക്ക് അറ്റ് എ ടൈം കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. സോ ഒരെണ്ണം ഇത് അല്ലെങ്കിൽ അതെടുക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഒരെണ്ണം വന്നിട്ട്. ഇത് വന്നിട്ട് എൻ്റെ ജേർണൽ സപ്ലൈസ് കാര്യങ്ങള്, പെൻസില്, എറേസർ, അത്തരം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഇങ്ങനെ കാണിക്കണം. ഇത് പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ്. പെന്നുണ്ട്. പിന്നെ ഞാൻ ക്യൂട്ടായിട്ടുള്ള കാര്യം കാണിച്ചു തരാം. എൻ്റെ ഒരു ഷൂ കാണാനില്ല, കാലൊന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഒരു ഷൂ ഇതിൽ എവിടെയോ ഉണ്ട് കേട്ടോ. ഇതെൻ്റെ ഒരു ബേബി പിഗാണ്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഈ പൗച്ചിൽ വന്നിട്ട് ഇത്രയൊക്കെയാണ് സാധനങ്ങളെ. വന്നിട്ട് എൻ്റെ കുട. ഈ കുട എനിക്ക് എൻ്റെ അമ്മ വാങ്ങി തന്നിട്ടുള്ളതാണ് ഗൈസ്. ഈ കുട. പിന്നെ വന്നിട്ട് എൻ്റെ ഒരു സ്പെക്സ് ഉണ്ട്. ഞാൻ മുന്നേ വെച്ച വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു സ്പെക്സ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നതേ ഉള്ളൂ. ഇപ്പം മിക്ക ദിവസവും ഞാൻ അങ്ങനെ വെക്കാറില്ല. മഴയൊക്കെ കാരണം എനിക്ക് വെച്ച എന്തോ പോലെയാണ്, ഞാൻ അങ്ങനെ വെക്കാറില്ല. പിന്നെ വന്നിട്ട് ഒരു ക്ലച്ച് ഉണ്ട്. ദെൻ ഈ ഒരു ചപ്പാത്തി പേഴ്സ് ഉണ്ട്. ഈ പേഴ്സിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ലേ, കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ചില്ലറ പൈസ ഉണ്ട് തോന്നുന്നു കേട്ടോ, ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഹെയർ ടൈൻ്റെ പാക്ക് ഉണ്ട്. ഇത്രയൊക്കെ ഇതിലുള്ളൂ. പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ മെയിൻ വേറൊരു ഐറ്റം, എൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഇതില്ലാതെ എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പം ചില ദിവസം എൻ്റെ വീട്ടിലാവും നിൽക്കുക. സോ അത് കാരണം എപ്പോഴും ഞാൻ ഈ പൗച്ച് കാര്യങ്ങൾ ക്യാരി ചെയ്യും. അപ്പം ഈ പൗച്ച് വന്നിട്ട് എനിക്ക് എൻ്റെ ഒരു റിലേറ്റീവ് ഫ്രണ്ടാണ്, അവള് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അവള് തായ്ലൻഡിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. സോ ഈ പൗച്ചിൽ എൻ്റെ ഇത്തരം സാധനങ്ങളാണ്. മേക്കപ്പ് ഐറ്റംസ്, സ്കിൻ കെയർ, ലിപ് ബാം,
കൈൻഡ് ഓഫ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ അത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നില്ല. അതെല്ലാം ഈ പൗച്ചിലുള്ളത് കേട്ടോ. കൊടയുടെ കവറാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ സൺസ്ക്രീൻ ഉണ്ട്. ഈ സൺസ്ക്രീൻ ഞാൻ മിക്ക ദിവസവും കൊണ്ടുപോകാൻ നോക്കും. ഇപ്പൊ മഴ ആയത് കാരണം ചിലപ്പോൾ ഞാൻ എടുക്കാറില്ല. കാരണം ഈ വെയിറ്റ് താങ്ങാൻ എനിക്ക് വയ്യ. ബാഗും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ചിലപ്പോൾ ഒക്കെ ഇവിടെ വെച്ചിട്ട് പോകും കേട്ടോ. ഒരു മാസ്ക് ആണ് ഗൈസ്. ഇത് എന്തൊരു ഹോസ്പിറ്റൽ എന്തൊരു ചെക്കപ്പിന് പോയപ്പോൾ ഞാൻ അവിടെ മാസ്ക് നിർബന്ധമെന്ന് പറഞ്ഞ് ഇട്ടതായിരുന്നു. ഞാൻ പിന്നെ എടുത്ത് കളയാനായിട്ട് മറന്നു. അപ്പൊ ഈ ഒരു മാസ്ക് ഉണ്ട്. പിന്നെ വന്നിട്ട് ഈ ഒരു ട്യൂബാണ്. ഇത് ബ്ലഡ് കളക്ഷൻ ട്യൂബാണ് കേട്ടോ. ഇതും എന്തിനോ ഞാൻ വേണ്ടിയിട്ട് ഞാൻ ബാഗിൽ ഇട്ടതാണ്. സോ ഈ ട്യൂബ് ഉണ്ട്. പിന്നെ എന്റെ മോയ്സ്ചറൈസർ ഉണ്ട്. പിന്നെ വന്നിട്ട് എന്റെ യൂണിക്കോൺ പൗച്ചാണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. ഇതിൽ കുറച്ച് കീ, പെൻഡ്രൈവ്, കുറച്ച് അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളാണ് കേട്ടോ. സോ അതാണ് ഇതില്. ഒരു പേപ്പർ ഉണ്ട്. പിന്നെ 2 ഹെയർ ടൈസ്. എന്റെ മുടിയാണ് എല്ലാത്തിലും. പിന്നെ 2 ഹെയർ ടൈസ് ഉണ്ട്. ഇതൊക്കെ എന്തിനാ കൊണ്ടു നടക്കുന്നത് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. അത്രത്തോളം ഹെയർ ആണല്ലോ എനിക്കുള്ളത്. ഈ 2 ടൈസ് ഉണ്ട്. പിന്നെ വന്നിട്ട് എന്റെ ഒരു പോക്കറ്റ് പെർഫ്യൂം ഉണ്ട്. ഈ പെർഫ്യൂമാണ് ഇപ്പൊ ഞാൻ യൂസ് ചെയ്യാറ്. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ മഴ ആയത് കാരണം എനിക്ക് കുറച്ച് മടിയാണ് പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യാൻ. എനിക്ക് ഛർദ്ദിക്കാൻ വരും കേട്ടോ. അതിങ്ങനെ ഏത് സ്മെല്ലാണെങ്കിലും എനിക്ക് പറ്റൂല. സോ ഇതാണൊന്ന്. ഇനി വന്നിട്ട് എൻ്റെ ഈ ഒരു കമ്പാർട്ട്മെന്റ് ക്യാഷ് ഉണ്ട് കേട്ടോ. അത് വല്ലപ്പോഴും 100 രൂപയൊക്കെ ഉണ്ടായി അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ആധാർ, കുറച്ച് അങ്ങനത്തെ എന്തൊക്കെ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഫോട്ടോ, ID കാർഡ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ നമ്മുടെ മെയിൻ കമ്പാർട്ട്മെന്റ് ഒക്കെ കാലിയായിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഇനി വന്നിട്ട് ഇതിലെന്തൊക്കെയുള്ള നോക്കാം. ഇതിൽ വന്നിട്ട് ഈ ഒരു പേർപ്പിൾ കളറുള്ള ഒരു ബുക്കാണ്. ഒരു നോട്ട് പാഡാണ്. എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കുടിക്കാനുള്ള എന്നോ വാങ്ങി വെച്ച വൈറ്റമിൻ ഡിന്റെ മെഡിസിൻ ആണ്. ഞാൻ അതുവരെ കുടിച്ചിട്ടില്ല. അപ്പൊ ഇതാണ്, ഈ മെഡിസിൻ ഉണ്ട്. പിന്നെ ഒരു 50 രൂപ ഉണ്ട്. കുറച്ച് ചില്ലറ പൈസ ഉണ്ട് ഗൈസ്. പിന്നെ ഒരു കീ ഉണ്ട്. ഒരു ഇയറിംഗ് ഉണ്ട്. ഇതിന്റെ കൊരണ്ണ എവിടെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയൊക്കെയാണ് ഈ ഒരു കമ്പാർട്ട്മെന്റിലുള്ള. സോ അങ്ങനെ തന്നെ വെക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു മുതുക്ക് ബാഗിലുള്ളത് ഗൈസ്. ഒരുപാട് സംഭവ സാധനങ്ങളൊന്നുമില്ല, നോർമൽ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഒരു കുട്ടി വേർഡ്സ് ഇൻ മൈ ബാഗ് വന്നിട്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. കുറച്ചെങ്കിലും എന്റർടൈൻമെന്റ് ആയി എന്നൊക്കെ വിചാരിക്കുന്നു. അല്ലാണ്ട് ഇപ്പോൾ യൂസ്ഫുൾ ആവാൻ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.